നമ്മോട് മോശമായി പെരുമാറി, അതേ ഒരു സ്വഭാവം നമ്മുടെ അയൽവാസിയുടെ മക്കളും പെരുമാറി. ആര് പെരുമാറിയാലാ വിഷമുണ്ടാവുക? ആര് പെരുമാറിയാലാ? അയൽവാസികളോ? അങ്ങനെയുണ്ട്. അതാ പ്രശ്നം. എന്റെ മക്കളൊന്നും ചെയ്യൂല, എല്ലാം അങ്ങോട്ട് വിരൽ ചുണ്ടുന്ന ഒരു സ്വഭാവം നമ്മൾക്ക് വന്നുപെട്ടിട്ടുണ്ട്. എന്റെ മക്കൾ എന്ത് ചെയ്താലും ന്യായീകരിക്കുക. എന്റെ മകൻ അങ്ങനെ ചെയ്തോ എന്നാലും തെറ്റാവൂല. അയൽവാസി ചെയ്താലോ അത് ചെയ്യാൻ പാടില്ലാത്തതാണ്, എന്തിനാണ് അത് ചെയ്തതെന്ന് ചോദ്യം ചെയ്യും. എന്റെ മക്കൾ അങ്ങനെ ചെയ്യൂല. അതാണ് നമ്മുടെ ഈ മക്കളെയൊക്കെ തോന്നിവാസത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. എല്ലാം ന്യായീകരിക്കുന്ന ഉപ്പമാർ, എല്ലാം ന്യായീകരിക്കുന്ന ഉമ്മമാർ. മക്കളെ ഒന്ന് ഒരു പഠന സമയങ്ങളിൽ, അവരുടെ ജീവിതത്തിന്റെ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങളിൽ വരെ അവരെ ഒന്ന് നിരീക്ഷിക്കാനോ അവരെ ശ്രദ്ധിക്കാനോ നമ്മുടെ പേരൻസിന് സമയമില്ല. അതുകൊണ്ട് വലിയ വില നൽകേണ്ടി വരുന്നുണ്ട്. നമ്മുടെ മക്കളുടെ പേരിൽ വലിയ കനത്ത വില നമ്മൾ നൽകേണ്ടി വരുന്നുണ്ട്. എന്റെ മക്കൾ അങ്ങനെ ചെയ്യൂല, എന്റെ മക്കൾ അങ്ങനെ ചെയ്യൂല എന്ന ചിന്ത കാരണം വല്ലാതെ അങ്ങോട്ട് ചൂഷണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കളൊക്കെ ശരി തന്നെയാണ്, എന്നാലും ഒന്ന് നിരീക്ഷിക്ക്, എന്നാലും ഒന്ന് ശ്രദ്ധിക്ക്. അവരുടെ ഭാഗത്തും തെറ്റ് വരാലോ. എത്ര സൂക്ഷിച്ചാലും എത്ര ശ്രദ്ധിച്ചാലും പോലും ഈ ഒരു സാഹചര്യത്തിൽ രക്ഷപ്പെടാനുള്ള സാഹചര്യം കുറവാണ്. തിന്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം. പുറത്തിറങ്ങിയാൽ കാണുന്നത് ഹറാമാണ്, വീട്ടിലെത്തിയാലും കാണുന്നത് ഹറാമാണ്, മൊബൈൽ തുറന്നാലും TV തുറന്നാലും പത്രം തുറന്നാലും എവിടെ പോയാലും കാണുന്നത് ഹറാമാണ്. അല്ലാഹുവിന്റെ റഹ്മത്ത് ലഭിച്ച ആളുകൾക്ക് ഇത്തരം സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ വരെ മക്കളെ കയറൂരി വിടരുത്. ചെറിയൊരു നിരീക്ഷണമാവാം. നമ്മുടെ മക്കൾ ശരി തന്നെ, എന്നാലും ഒരു നിരീക്ഷണം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ മക്കൾ തെറ്റ് ചെയ്താലാണോ അല്ല അയൽവാസി തെറ്റ് ചെയ്താലാണോ നമ്മൾക്ക് പ്രയാസം ഉണ്ടാവുക? നമ്മുടെ മക്കളല്ലേ. എന്തുകൊണ്ട്? നമ്മളാണ് ഭക്ഷണം നൽകുന്നത്, നമ്മളാണ് വസ്ത്രം നൽകുന്നത്, നമ്മളാണ് ഷെൽട്ടർ, അഭയം നൽകിയത്. അതേപോലെ ഈ ഓരോ സൃഷ്ടികളും അള്ളാഹുവിനോട് ചോദിക്കുന്നത്, നിന്റെ ഭക്ഷണം കഴിക്കുന്ന ഇവരെ നീ എന്തിനാണ് വെറുതെ വിടുന്നത്? ഇവരെ ഞാൻ നശിപ്പിക്കട്ടെ? അള്ളാഹുവിന് വേണമെങ്കിൽ ഒരു സമ്മതം മൂളിയാൽ മതി, എല്ലാറ്റിനെയും തവിട് പൊടിയാക്കാൻ അള്ളാഹുവിന് കഴിയാം. പക്ഷേ അള്ളാഹു അടിമകളോട് കാണിക്കുന്ന സ്നേഹം എത്ര വലുതാണ് എന്ന് നോക്കണം. എത്രത്തോളം വലിയ സ്നേഹമാണ് അള്ളാഹു അടിമകളോട് കാണിക്കുന്നത്. അള്ളാഹു അവരെ തിരിച്ചു വിളിക്കുകയാണ്, സമുദ്രമേ, ആകാശമേ, ഭൂമിയെ, പർവ്വതങ്ങളെ, യാ മഖ്ലൂഖാതി അഅൻതും ഖലഖ്തുമൂഹും, നിങ്ങളാണോ ഇവരെ സൃഷ്ടിച്ചത്? നിങ്ങളാണോ ഇവരെ സൃഷ്ടിച്ചത്? അല്ല. ലാ യാ റബ്ബനാ, അല്ലാഹുവേ ഞങ്ങളല്ല, നീയാണ് അവരെ സൃഷ്ടിച്ചത്. അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, ലൗ ഖലഖ്തുമൂഹും ലറഹിംതുമൂഹും, നിങ്ങൾ അവരെ സൃഷ്ടിച്ചിരുന്നെങ്കിൽ നിങ്ങൾ അവരോട് കാരുണ്യം കാണിക്കുമായിരുന്നു. ദഊനി വഇബാദി, എന്റെ അടിമകളെയും എന്നെയും നിങ്ങൾ വെറുതെ വിട്ടേക്ക്. എന്റെ അടിമയുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത്. ഞാനല്ലേ അവരെ സൃഷ്ടിച്ചത്, അവര് തെറ്റ് ചെയ്യുന്നത് എന്നോടല്ലേ, ഞാനത് നോക്കിക്കോളാം, ഞാൻ ആ വിഷയത്തിൽ ഇടപെട്ടോളാം, നിങ്ങൾ എന്റെ വിഷയത്തിൽ ഇടപെടേണ്ട. മൻ താബ ഇലയ്യ മിൻഹും ഫഅന ഹബീബുഹും, എത്ര വലിയ തെറ്റ് ചെയ്താലും പാപഭാരങ്ങളുമായി എന്നെ സമീപിക്കാൻ ഒരാൾ തയ്യാറായാൽ, നിറ കണ്ണുകളോടെ പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങാൻ തയ്യാറായാൽ, ഫഅന ഹബീബുഹും, ആ ഒരു നിമിഷം മുതൽ ഞാൻ അവന്റെ സ്നേഹിതനാണ്. വലിയ കള്ളുകുടിയനാണ്, വ്യഭിചാരിയാണ്, തോന്നിവാസിയാണ്, നാട്ടിലൊരു താന്തോന്നിയാണ്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഒരു വാഴ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചില കാര്യങ്ങൾ സ്ട്രൈക്ക് ചെയ്ത് നന്നാവാൻ വിചാരിച്ചു, അന്ന് മുതൽ അയാൾ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരനാണ്. അന്ന് മുതൽ അയാൾ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരനാണ്. അപ്പൊ ഇന്നലെ കണ്ടുപിടിച്ച ആളല്ലേ, അത് നോക്കണ്ട. ഇന്നലെ വ്യഭിചരിച്ച ആളല്ലേ, അത് നീ നോക്കണ്ട. കൊലപാതകം നടത്തിയ ആളല്ലേ, അത് നീ നോക്കണ്ട. അള്ളാഹു തൗബ ചെയ്യലോടുകൂടി അള്ളാഹുവിന്റെ ഇഷ്ടക്കാരനായി മാറിയിരിക്കുകയാണ്. ഇത്രത്തോളം അള്ളാഹു അടിമകൾ സ്നേഹിക്കുന്നുണ്ട്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം മണ്ണിൽ നിന്ന് പാത്രം ഉണ്ടാക്കുകയായിരുന്നു. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജോലി മണ്ണ് കുഴച്ച് അതിൽ നിന്ന് മനോഹരമായ പാത്രം ഉണ്ടാക്കി വിൽക്കുകയാണ്. അപ്പൊ ഒരാൾ സ്ഥിരമായി വന്ന് ആ പാത്രത്തിന്റെ ചോദിച്ച വില നൽകി പാത്രം വാങ്ങും. എന്നിട്ടോ അദ്ദേഹത്തിന്റെ മുമ്പിൽ ആ പാത്രം നിലത്തേക്കെറിഞ്ഞ് പൊട്ടിക്കുകയാണ്. ഒരു പ്രാവശ്യമൊക്കെ സഹിക്കുക. രണ്ടാമതും വന്നു അതേ വ്യക്തി, പാത്രം പൈസ കൊടുത്തു, ചോദിച്ചത് കൊടുത്തു, വാങ്ങി പൊട്ടിച്ചു. മൂന്നാമതും വന്നു, നാലാമതും വന്നു. സ്ഥിരമായി ആരുടെ പണി ഇതാണ്. അപ്പോഴാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ദേഷ്യപ്പെടുന്നത്. എന്താണ് ഇനി ചെയ്യുന്നത്? എന്താണ് ഇനി ചെയ്യുന്നത്? അപ്പോഴാണ് ഈ വാങ്ങിയ മനുഷ്യൻ പറയുന്നത്, വാങ്ങിയത് മനുഷ്യനല്ല, വാങ്ങിയതൊരു മലക്കായിരുന്നു. വാങ്ങിയ മലക്ക് പറയുന്നത്, എന്താണ് നിങ്ങൾ പറയുന്നത്? മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിനോട് ഈ മലക്ക് പറയാണ്, അത് എന്റെ വസ്തുവാണ്, ഞാൻ വാങ്ങിച്ചതല്ലേ, ഞാൻ വാങ്ങിച്ചതിൽ നിങ്ങൾ എന്തിനാണ് ഇടപെടുന്നത്? ഇത് ഞാൻ വാങ്ങിച്ചതല്ലേ,
അപ്പോഴാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം പറയുന്നത്, നിങ്ങൾ വാങ്ങിച്ചതാണെങ്കിലും അത് ഞാനല്ലേ ഉണ്ടാക്കിയത്, ഞാൻ ഉണ്ടാക്കിയത് എന്റെ കണ്ണിൽ നിന്ന് പൊടിയാക്കുന്നത് ഞാൻ എങ്ങനെയാണ് സഹിക്കുന്നത്? അപ്പോഴാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിനോട് മലക്ക് ചോദിക്കുന്നത്, നിങ്ങൾ ഉണ്ടാക്കി എന്നത് ശരി തന്നെ, പക്ഷേ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളല്ലല്ലോ മണ്ണിനെ സൃഷ്ടിച്ചത്, നിങ്ങളല്ലല്ലോ മണ്ണിനെ സൃഷ്ടിച്ചത്. അള്ളാഹു സൃഷ്ടിച്ച മണ്ണിൽ നിന്ന് നിങ്ങളൊരു വസ്തു ഉണ്ടാക്കി അതിനെ തകർക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്രത്തോളം വേദനയുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് 950 വർഷക്കാലം നിരന്തരമായി ദഅവത്ത് നടത്തി നിങ്ങളുടെ കൂടെ വരാത്ത അടിമകൾക്കെതിരെ ദുആ ചെയ്തത്? മനസ്സിലായില്ല? നിങ്ങൾ ഉണ്ടാക്കിയ ഒരു വസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ ഇട്ട് തകർക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ 950 വർഷക്കാലം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം, അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം നിരന്തരമായി പ്രബോധനം നടത്തിയിട്ട് നിങ്ങളെ കൊണ്ട് വിശ്വസിക്കാത്ത ആളുകൾ എങ്ങനെയാണ് അവർക്കെതിരെ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സാധിച്ചത്? അവരെല്ലാവരും വെള്ളപ്പൊക്കത്തിന് മരിച്ചുപോയില്ലേ? അള്ളാഹുവല്ലേ അവരെ സൃഷ്ടിച്ചത്? അള്ളാഹു സൃഷ്ടിച്ചവരെ അള്ളാഹുവിന്റെ മുമ്പിൽ നശിപ്പിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടപ്പെടുമോ? അള്ളാഹു സൃഷ്ടിച്ചവരല്ലേ അടിമകളൊക്കെ. അള്ളാഹു സൃഷ്ടിച്ച അടിമകളെ നശിപ്പിക്കാൻ എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ ദുആ ചെയ്തത്? നിങ്ങൾ അങ്ങനെ ചെയ്തത് ശരിയാകില്ല. അള്ളാഹു അവരെ സ്നേഹിക്കുന്നുണ്ട്, അവർ അള്ളാഹുവിന്റെ സൃഷ്ടികളല്ലേ. ഇത് കേൾക്കേണ്ട താമസം മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം കരയാൻ തുടങ്ങി. കരഞ്ഞ് മരണം വരെ കരഞ്ഞുവെന്നാണ്. അങ്ങനെയാണ് നൂഹ് നബി അലൈഹിസ്സലാമിന് നിയാഹ, കരയുന്നവൻ എന്നർത്ഥമുള്ള നൂഹ് എന്ന പേര് വന്നത്. അന്ന് മുതൽ കരയാൻ തുടങ്ങി മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. പിന്നെ നൂഹ് നബി അലൈഹിസ്സലാം ചിരിച്ചിട്ടില്ല. മഹാന്മാരായ പ്രവാചകന്മാർ, മഹാന്മാരായ അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബാക്കൾ പഠിപ്പിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലിലെ ഒരു ചെറുപ്പക്കാരൻ, ശാബുൻ അബദല്ലാഹ 20 സന, 20 വർഷം അള്ളാഹുവിനെ നിരന്തരമായി അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്ത ആള്, 20 വർഷം നിരന്തരമായി അള്ളാഹുവിനെ ആരാധിച്ച ഒരാൾ, 20 വർഷം ആരാധിച്ചു. 20 വർഷം കഴിഞ്ഞ ശേഷം വീണ്ടും 20 വർഷം ധിക്കാരത്തോടെ അള്ളാഹുവിനെ തെറ്റു ചെയ്ത് തോന്നിവാസിയായി ജീവിച്ചു. അങ്ങനെ ഒരു ദിവസം കണ്ണാടി നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ താടിരോമം നരബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. 20 വർഷം നിരന്തരമായി അള്ളാഹുവിനെ ഇബാദത്ത് എടുത്ത ആളാണ്. അത് കഴിഞ്ഞ് പിന്നെ എന്തോ ചങ്ങാതിമാരുടെ ഒക്കെ കൂടി മോശമായി. പിന്നെ 20 വർഷം തിന്മ ചെയ്ത് പേക്കൂത്തുകൾ ചെയ്ത് ജീവിച്ചു. ഒരു നന്മ പോലും ചെയ്തില്ല. എപ്പോ ഒരു ദിവസം കണ്ണാടി നോക്കുമ്പോ താടിയുടെ ഒരു രോമം നിരച്ചു കണ്ടു. നമ്മുടെ താടി രോമങ്ങളൊന്നും നിരക്കാറില്ലല്ലോ അല്ലെ? നമ്മുടെ ബംഗാളികളും മറ്റുള്ള ഹിന്ദിക്കാരായ സലൂണിലെ ബ്യൂട്ടി പാർലറിലെ ബാർബർമാരുള്ള കാലത്തോളം നമ്മുടെ താടി അങ്ങോട്ടങ്ങ് പെട്ടെന്നൊന്നും നിരക്കൂല. ഇനി എല്ലാവർക്കും മനസ്സിലാവണം, ഇയാൾ കറുപ്പിച്ചിരിക്കുകയാണെന്ന്. അത് മനസ്സിലാണെങ്കിൽ വടിയും പിടിച്ച് നടക്കണം. അപ്പം കറുപ്പിച്ച ആളുകൾ പിടിക്കുക, അപ്പെങ്കിലും ഒന്ന് മാന്യത കാണിക്കണം. കാരണം ഈ 40, 55 വയസ്സിലൊക്കെ ചിലപ്പോൾ നല്ല യുവത്തുള്ള ആളുകളുണ്ട്. അവർ കറുപ്പിക്കുമ്പോൾ കാണുമ്പോൾ 35 വയസ്സെന്നൊക്കെ വിചാരിച്ചേക്കും. പക്ഷെ വടി പിടിക്കുന്ന ഒരു കാലം വരാനുണ്ട്. മുഖമൊക്കെ ചുളിഞ്ഞിട്ട് കണ്ടാൽ തന്നെ ഇയാൾക്ക് 90 എന്ന് തോന്നുന്ന ഒരു സമയം വരാനുണ്ട്. അന്നും കൂടി കറുപ്പിച്ചാൽ പിന്നെ പ്രശ്നമാണ്. അപ്പൊ നമ്മൾക്ക് കറുത്തത് അറിയാറില്ല. വെളുപ്പിച്ച് താടി നരക്കുമ്പോഴേക്കും കറുപ്പിക്കാൻ വേണ്ടി ഓടാൻ. ആദ്യമായി താടി കറുപ്പിച്ചത്, മുടി കറുപ്പിച്ചത് ഫിർഔനാണ്. ഫിർഔന്റെ കൂട്ടത്തിലെ പെടുക. വേണ്ട മമ്മി, നിങ്ങളെ നമ്മൾ ആരും ഇനി കല്യാണം കഴിക്കാനൊന്നും പോകുന്നില്ലല്ലോ. കല്യാണം കഴിഞ്ഞ് ഒരു ഭാര്യയുണ്ട്, മക്കളുണ്ട്. 40 വയസ്സാകുമ്പോഴേ താടി മുടിയൊക്കെ നിരക്കാൻ തുടങ്ങുക. പിന്നെ എന്തിനാ ഇങ്ങനെ കറുപ്പിച്ചിറക്കുന്നത്? ഇനി കല്യാണം കഴിക്കാനൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അത് വെളുത്തിരിക്കട്ടെ, അത് ആഖിറത്തിൽ പ്രകാശമാണ്. ആദ്യമായി കറുപ്പിച്ചത് ഫിർഔനാണ്. ഫിർഔനിന്റെ കൂട്ടത്തിൽപ്പെട്ടേക്കും. അള്ളാഹു കാക്കട്ടെ. അപ്പൊ 40 വർഷമായി കണ്ണാടി കണ്ടപ്പോ അദ്ദേഹം ദുആ ചെയ്യാൻ നര കണ്ടു. പടച്ചോനെ, ഞാൻ മരിക്കാനായല്ലോ. ഇലാഹി ദുആ ചെയ്യാൻ തുടങ്ങി. അതഅതുക 20 സന, അല്ലാഹുവേ 20 വർഷമാണ് നിരന്തരമായി ഞാൻ നിന്നെ ആരാധിച്ചത്. ثم عصيتك 20 സന, പിന്നെ 20 വർഷം നിരന്തരമായി ഞാൻ നിനക്കെതിരെ മോശമായി ജീവിച്ചു. റബ്ബേ, فإن رجعت إليك أتقبلني, ഞാൻ ഈ ഒരു സമയത്ത് നിന്നിലേക്ക് നന്നായി മടങ്ങാൻ തയ്യാറായാൽ നീ എന്നെ സ്വീകരിക്കുമോ ഇല്ലയോ റബ്ബേ? 20 വർഷം നന്മ ചെയ്തു, 20 വർഷം തിന്മ ചെയ്തു. ഇന്ന് ഞാൻ നന്നാവാൻ തീരുമാനിച്ചാൽ നീ എന്നെ സ്വീകരിക്കുമോ, അല്ല നീ എന്നെ തള്ളിക്കളയുമോ റബ്ബേ എന്ന് പറഞ്ഞ് കൈ ഉയർത്തുകയാണ്. ആ മനുഷ്യൻ അപ്പോഴാണ് ഒരു ശബ്ദം കേൾക്കുന്നത്, ഒരു ശരീരം കേൾക്കുന്നത്. ആരാണ്? അല്ലാഹുവിന്റെ ശബ്ദമാണത്. അഹ്ബബ്തനാ ഫഅഹ്ബബ്നാക, നീ എന്നെ സ്നേഹിച്ചു 20 വർഷക്കാലം, അന്ന് ഞാൻ തിരിച്ചും നിന്നെ സ്നേഹിച്ചു. 20 വർഷക്കാലം നീ എന്നെ ഉപേക്ഷിച്ചു. ഫതറക്നാക, ഞാൻ നിന്നെയും ഉപേക്ഷിച്ചു. വഅസൈതനാ ഫഅംഹൽനാക, നീ 20 വർഷക്കാലം എന്നോട് ധിക്കാരം ചെയ്തു, എന്നോട് മോശമായി പെരുമാറി. ഞാൻ നിന്നെ തിരിച്ചു മോശമായിട്ട് പെരുമാറുകയോ ഞാൻ നിന്നെ ശിക്ഷിക്കുകയോ ചെയ്തില്ല, ഞാൻ നിന്നെ ശ്രദ്ധിച്ചതേയില്ല. വഇൻ റജഅത ഖബിൽനാക, നീ ഈ സമയത്ത് മടങ്ങാൻ തയ്യാറായാൽ നിന്നെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് അല്ലാഹു വിളിച്ചു പറയുന്ന ഒരു ശരീരെ ആ സഹോദരൻ കേൾക്കാനിടയായി. അന്നു മുതൽ ആ സഹോദരൻ നന്നാവുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു.
അപ്പൊ നിങ്ങൾ എത്ര തെറ്റ് ചെയ്തു എന്നല്ല, നിങ്ങളുടെ പ്രായം ഒന്നും പടച്ചു നോക്കുന്നില്ല. ഇന്ന് നന്നാവാൻ അള്ളാഹുവിലേക്ക് ജീവിതത്തിൽ ചെയ്ത മുഴുവൻ പാപങ്ങളും തുറന്ന് പറഞ്ഞ് നമ്മൾക്കൊരു ദുആ ചെയ്യണം, അവസാന സമയത്ത് ദുആ ചെയ്യണം. ആ ദുആയിൽ നിങ്ങൾ പങ്കെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം നിങ്ങളുടെ ആമീൻ കൊണ്ട് ഇജാബത്ത് കിട്ടിയേക്കാം. എല്ലാവരും ദുആയിൽ പങ്കെടുക്കണമെന്ന് അതിയായ ഒരു ആഗ്രഹമുണ്ട്. നമുക്കൊന്ന്